ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് റവയും മുട്ടയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി റവയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് റവയാണ്. അപ്പൊ അത് നമുക്ക് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് എടുക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അപ്പൊ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം. മൈദ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പൊ ഞാനിവിടെ ആദ്യം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കാൻ നോക്കുക. അപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്രയും കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 നുള്ളു അപ്പക്കാരം ചേർത്തിട്ടുണ്ട്. അപ്പക്കാരം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാ ദോശ ബാറ്റർ ഇല്ലേ, ആ ഒരു ദോശ ബാറ്ററിന്റെ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പാല് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റ്, അതുപോലെ തന്നെ സവാള കട്ട് ചെയ്തത് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത്രയും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സാധാ ദോശ പോലെ ഒന്ന് ഒഴിച്ചെടുക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ദോശക്കല്ല് വേണമെങ്കിൽ ആദ്യം കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കണമെന്നില്ല, കാരണം നമ്മളിതിൽ മല്ലിയിലൊക്കെ ചേർത്തുകൊണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പരത്തി എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ പറ്റണ പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിലോ അതേപോലെ തന്നെ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ എണ്ണ ചേർക്കാത്തവർക്ക് ചേർക്കണമെന്നില്ല, അങ്ങനെയും ചുട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ചൂടോടെ കഴിക്കുമ്പോൾ അത്യാവശ്യം മൊരിഞ്ഞിട്ടും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇരിക്കണ ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ മുട്ടയും അതേപോലെ തന്നെ പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കറി ഇല്ലാതെ ചുമ്മാ ചായയുടെ കൂടെ കടിച്ചു മുറിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു കറി ആക്കിയാൽ മതി. ഇപ്പൊ ഞാനിത് കറി ഇല്ലാണ്ടാണ് കൂടുതലും കഴിക്കാറുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ മാത്രമേ നല്ല കുറച്ചൊന്ന് മൊരിഞ്ഞ് ഒക്കെ ഇരിക്കുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരിക്കലും വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.